അച്ഛന് പേഴ്സണലായിട്ട് ഇപ്പൊ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ, കൈ കാലുപൊട്ടിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അപ്പം നമുക്ക് ആ വേദന ഉണ്ടായ നിമിഷത്തിൽ തന്നെ ദൈവം ഒരാളെ മുന്നേ കൊണ്ട് തരുവാണ്. ഈ മരുന്നിന് ഇവിടെ പറ്റാൻ വേറൊരു മരുന്ന് വേണം. അപ്പോൾ അതിന് സമയം പോലും ദൈവം താമസിപ്പിക്കുന്നില്ല. അപ്പോൾ പുള്ളി ഒരു വക്കീലായിരുന്നു. ആ ജോലി പുള്ളിക്ക് ബോറടിച്ചിട്ട് പുള്ളിയുടെ എന്തോ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി പുള്ളി നടന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഉത്തരം കണ്ടെത്തിയോ? ഒരാൾക്കൊരു വയ്യായ്മ കണ്ടാൽ നമ്മൾ നിർത്തണം. നമ്മുടെ യാത്ര അവിടെ അവസാനിപ്പിച്ചിട്ട് അവനോട് ചോദിക്കണം, നിനക്കെന്നാ പറ്റി, നിനക്കെന്നാ വേണ്ടത്? അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ഞാൻ അവന് കൊടുക്കണം, അവനെ സഹായിക്കണം. അപ്പോൾ അവൻ ചിലപ്പോൾ നമ്മളോട് വയ്ക്കും, നിൻ്റെ പേരെന്നാ, നീ എന്നെ എടുക്കുന്നു പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം തരുന്ന അവനായിരിക്കും. ടൂറിസ്റ്റായിട്ട് യാത്ര തുടങ്ങിയാൽ പോലും ഈ യാത്ര അവസാനിപ്പിക്കുന്നത് തീർത്ഥാടനമായിട്ടായിരിക്കും എന്നാണ്. വിൽപത്രം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ യാത്രക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ എന്ത്? നമ്മുടെ സാധാരണ വിൽപത്രം എഴുതുമല്ലോ. മരണത്തെക്കുറിച്ച് ഞാൻ എഴുതി വെച്ചില്ല. ഈ മൊണസ്ട്രി പണിത് തന്നെ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ കൊണ്ടുപോയ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്പിൽ വിറ്റിട്ട് കിട്ടിയ പൈസ കൊണ്ട് പണിത് മൊണസ്ട്രിയാണിത്. പക്ഷേ സംഭവിച്ചത്, ഈ 3 പട്ടികളും വേറൊരു 2 പട്ടികളോട് കൂടി ഒരു 2 കിലോമീറ്ററോളം എൻ്റെ ഒപ്പം നടന്നു. പേഴ്സണലായിട്ട് ഇപ്പൊ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ, കൈ കാലുപൊട്ടിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് 6 മാസത്തോളം ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചു. ഇത് ഏതൊക്കെ അസുഖങ്ങൾ നമുക്ക് വരാം, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെന്ന് അതിനെക്കുറിച്ചും പറയാം. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ എൻ്റെ കാലിന് തേഞ്ഞ് പൊട്ടി ഈ കുമള വരും. അപ്പം അത് ഭയങ്കര നീറ്റല്ല അതിന്. അപ്പം ആദ്യം നമ്മൾ അതിന് സോക്സ് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ വാസലിൻ പുരട്ടിയതിന് ശേഷം 1-2 മരുന്നുകളൊക്കെ പുരട്ടി കാല് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വൂളൻ സോക്സ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഈ ചെരുപ്പിടുന്നത്. എന്നാൽ പോലും ഇതൊക്കെ സംഭവിക്കാം. ഷൂ പോലും ഇതിനുവേണ്ടിയുള്ള ഷൂ മേടിക്കണം, എങ്കിൽ പോലും ഇതൊക്കെ സംഭവിക്കാം. അപ്പം അങ്ങനെ ഞാൻ കാലിന് പ്രത്യേക പരിചരണമൊക്കെ കൊടുത്താണ് നടന്നു പോകുന്നതെങ്കിലും ഒരു ദിവസം എനിക്ക്, അപ്പോൾ അതിൻ്റെ അകത്തുള്ളത്, നമ്മൾ നോർമൽ ടെറൈനാണ് നടക്കുന്നതെങ്കിൽ ഈ കാലിൻ്റെ മുൻഭാഗത്താണ് നമുക്ക് വേദന വരുന്നത്. നമ്മൾ കയറ്റം കയറുവാണെങ്കിൽ നമുക്ക് ഇവിടെ വേദന വരുന്നത്. ഇറക്കം ഇറങ്ങുവാണെങ്കിൽ കാലിൻ്റെ ഇവിടെ വേദന വരും. അപ്പോൾ ഇത് 3-ന് 3 മരുന്നാണ്, 3 ഓയിൽമെൻറ്റാണ് പുരട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഓയിൽമെൻറ്റേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാനൊരു സംഖ്യ നടന്നു പോകുമ്പോഴത്തേക്കും, ഞാൻ വളരെ ചട്ടി നടന്നു പോകുമ്പം 75-80 വയസ്സൊക്കെയുള്ള ആളുകൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്ര എങ്ങായി എന്നെ ഓവർടേക്ക് ചെയ്യുന്ന 75-80 വയസ്സുള്ളവർ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു കപ്പിൾ അങ്ങ് നടന്നുപോയി, എന്നെ മൈൻഡ് ചെയ്തൊന്നുമില്ല, നടന്നുപോയി. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കട കയറി. അപ്പോൾ അവിടെ കയറി ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഈ കപ്പിൾ എൻ്റെ അടുത്തോട്ട് വരുന്നു. എന്നോട് ചോദിച്ചു, നീ പിൽഗ്രിമാണല്ലേ, എവിടുന്നാണ് വരുന്നത്? ഇന്ത്യക്കാരനാണ്. എന്നോട് ചോദിച്ചു, നീ അച്ഛനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് അച്ഛനാണെന്ന്. എങ്ങനെ മനസ്സിലായി? അപ്പോൾ എന്നോട് അവർ പറഞ്ഞത്, നിൻ്റെ നടപ്പ് കാണുമ്പോൾ മനസ്സിലായി നീ അച്ഛനാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇവനൊരു അച്ഛനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നപ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളി ഒരു പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്ററായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ തിയോളജി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. തിയോളജി പഠിച്ച് പുള്ളി ദൈവശാസ്ത്രം പഠിച്ചതിന് ശേഷം കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ പുള്ളി ആകർഷനായി. പുള്ളി കത്തോലിക്കനായതിനു ശേഷം പുള്ളി റോമിലെ യൂണിവേഴ്സിറ്റികളിൽ ബിബ്ലിക്കൽ ലാംഗ്വേജ് പഠിപ്പിക്കാൻ അപ്പോൾ പുള്ളിയുടെ വൈഫ് റഷ്യക്കാരിയാണ്. അപ്പോൾ അവരുടനെ എന്നോട് വെച്ച് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ കാലിന് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഭയങ്കര വേദന വരുന്നു, എൻ്റെ ഈ മരുന്നൊന്നുമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വോൾട്ടാരൻ എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്, ആ മരുന്നിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓയിൽമെൻ്റ് ഉണ്ട്, അത് മാത്രമേ ഈ ഫ്രണ്ടിൽ ചേരത്തുള്ളൂ, അത് വെച്ചാലേ അത് വേദന മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെയുള്ള ഓയിൽമെൻറ്റ് എനിക്ക് തന്നു. ഞാനത് പുരട്ടി. പിന്നെ 2-3 കിലോമീറ്ററുടെ മുമ്പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഫാർമസി കയറി അത് മേടിച്ചു. അപ്പം നമുക്ക് ആ വേദന ഉണ്ടായ നിമിഷത്തിൽ തന്നെ ദൈവം ഒരാളെ മുന്നേ കൊണ്ട് തരുവാണ്. ഈ മരുന്നിന് ഇവിടെ പറ്റാൻ വേറൊരു മരുന്ന് വേണം. അപ്പോൾ അതിന് സമയം പോലും ദൈവം താമസിപ്പിക്കുന്നില്ല. പിന്നെയുള്ളത്, ഞാൻ യാത്രയുടെ ഇതിങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്തും, നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ യാത്ര.
അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അവസാനത്തെ ദിവസം ഒരു ഇങ്ങനെ സത്രത്തിൽ താമസിക്കുകയാണ്. താമസിച്ചപ്പോൾ ഒരു ഹോളണ്ടുകാരനൊരു വക്കീൽ ഇങ്ങനെ, നീ പിൽഗ്രിമാണോ? ഞാൻ പറഞ്ഞു അതെ പിൽഗ്രിമാണ്. എവിടെ നിന്നാണ്? അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? ഇങ്ങനെ ഫ്രാൻസിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? പുള്ളി പറഞ്ഞു, ഞാൻ 4 മാസമായിട്ട് യാത്രയിലാണ്. പുള്ളി ഹോളണ്ടിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ പുള്ളി ഒരു വക്കീലായിരുന്നു. ആ ജോലി പുള്ളിക്ക് ബോറടിച്ചിട്ട് പുള്ളിയുടെ എന്തോ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി പുള്ളി നടന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് ഉത്തരം കണ്ടെത്തിയോ? പുള്ളി പറഞ്ഞു, നാളെ എൻ്റെ യാത്ര അവസാനിക്കുകയാണ്, ഇതുവരെ എനിക്ക് ഉത്തരം കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ യാത്രയ്ക്ക് തുടങ്ങുന്നവർ നമ്മൾ ഈ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, എൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരണം, അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കൊന്തയിലും പല ഭക്താനുഷ്ഠാനങ്ങളൊക്കെ ചെല്ലും. പക്ഷേ നമുക്കത് ഉത്തരം കിട്ടത്തില്ല പലപ്പോഴും. പക്ഷേ ഈ യാത്രക്കിടയ്ക്ക് പലരും ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട്. ഇന്നത് സാധിച്ചു കിട്ടണം, അല്ല ഇന്നതിന് എനിക്ക് ഒരു ഉത്തരം കണ്ടെത്തണം, ഇന്നതെനിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കണം, അതിന് ദൈവത്തിന് കൃപയുണ്ടാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും ഇങ്ങനെ നേർച്ച കാഴ്ചകൾ നടക്കുമെങ്കിലും ഈ യാത്രക്കിടയ്ക്ക് ആളുകൾക്ക് ഉത്തരം കിട്ടുന്നത് മൊത്തം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരാൾക്കൊരു വയ്യായ്മ കണ്ടാൽ നമ്മൾ നിർത്തണം. നമ്മുടെ യാത്ര അവിടെ അവസാനിപ്പിച്ചിട്ട് അവനോട് ചോദിക്കണം, നിനക്കെന്നാ പറ്റി, നിനക്കെന്നാ വേണ്ടത്? അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ഞാൻ അവന് കൊടുക്കണം, അവനെ സഹായിക്കണം. അപ്പോൾ അവൻ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, നിൻ്റെ പേരെന്നാ, നീ എന്നെ എടുക്കുന്നു പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഉത്തരം തരുന്ന അവനായിരിക്കും. ചിലപ്പോൾ അതൊരു ഭൗതികമായ വസ്തുവായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ യാത്രക്കിടയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. അത് ജീവിതത്തിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഇപ്പോൾ 3 യാത്ര നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്കങ്ങനെ മനസ്സിലായത്. കാരണം ഈ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്തവരെല്ലാം അവർ വളരെ സ്വാർത്ഥമായിട്ട്, എൻ്റെ ദൈവം മാത്രം എനിക്ക് ഉത്തരം തരണം, ഞാൻ മനുഷ്യരിലേക്ക് എനിക്ക് കണക്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ തീർത്ഥാടനം നടത്തുന്നവർക്കാണ് അവസാനം ചെന്നാൽ ഇവർക്ക് ഉത്തരം കിട്ടാത്തത്. പക്ഷേ ഇങ്ങനെ ആദ്യം മുതലേ മറ്റുള്ളവരെ സഹായിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ ഓയിൽമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, അത് അല്ലെങ്കിൽ ഈ അൽഫോൻസാമയുടെ ഇത് പറഞ്ഞു, ഇങ്ങനെയുള്ള കേസുകളെല്ലാം മറ്റുള്ളവരോട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. പിന്നെ ഈ യാത്രയെക്കുറിച്ച് പറയുന്നത്, ടൂറിസ്റ്റായിട്ട് യാത്ര തുടങ്ങിയാൽ പോലും ഈ യാത്ര അവസാനിപ്പിക്കുന്നത് തീർത്ഥാടനമായിട്ടായിരിക്കും എന്നാണ്. അപ്പം ഞാൻ യാത്ര പള്ളിയിൽ എത്തുന്നത് യാക്കോസ്ലിഹയുടെ തിരുനാൾ ജൂലൈ 24-25 തീയതികളിലാണ്. അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് 23 കഴിഞ്ഞപ്പോൾ അവിടെ എത്തി, 23 മുമ്പെത്തി. അപ്പം ഞാൻ ഈ പള്ളി ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായി ഈ യാത്ര എന്നുള്ളത്. ഇങ്ങനെ കേട്ടറിഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പള്ളിയുടെ ബസിലിക്കായി നടന്ന് ബസിലിക്കയുടെ മുന്നേ വരുന്ന അതിൻ്റെ മുഖവാരത്തിൽ ഞാൻ എത്തി നിന്നു. ഒരു 12:30 ആയപ്പോഴാണ്. ഞാൻ പള്ളിക്കകത്ത് കയറിയില്ല. ഞാൻ ആ മുഖവാരത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു മതിലാണ്. ആ മതിലെ ഞാൻ വൈകുന്നേരം 6:30 മണി വരെ ഞാൻ ഈ പള്ളി കണ്ട അതേ ഫസ്റ്റ് മൊമെൻറ്റിൽ ആ മൊമെൻറ്റിൽ ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കരച്ചിലുണ്ട്, സന്തോഷമുണ്ട്, എല്ലാ വികാരങ്ങളും നമുക്ക് മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ പള്ളി കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ പള്ളിക്കകത്ത് കയറി ഈ തിരുനാളിൽ പങ്കെടുത്തതിന് ശേഷം പിന്നെ ഈ സാന്തിയാഗോയിൽ നിന്ന് പിന്നെ ഒരു 120 കിലോമീറ്ററുടെ മുമ്പോട്ട് ഫിനിസ്തേറ എന്ന് പറഞ്ഞാൽ ഫിനിസ്തേറ, ലോകത്തിൻ്റെ അവസാനം എന്നുള്ള ഒരു മുനമ്പുണ്ട്. ആ മുനമ്പ് വരെ യാത്ര. അപ്പം അവിടെ ചെന്നിട്ട് ഈ തീർത്ഥാടകർ അവരുടെ വസ്ത്രങ്ങളെല്ലാം കത്തിച്ച് കളയും, കടലിലെറിഞ്ഞിട്ട്. അതുമായിട്ടാണ് പിന്നെ പുതിയ മനുഷ്യരായിട്ട് തിരിച്ചു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സാന്തിയാഗോ യാത്ര ആരംഭിക്കുന്നതിന് കാരണം യൂറോപ്പിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളെല്ലാം ക്ഷയിച്ചു. അപ്പം അങ്ങനെ ഓസ്ട്രേലിയ ഒരു രാജാവ് ഇങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളെ തേടി ഇറങ്ങിയപ്പോൾ സാന്തിയാഗോയിൽ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ ഉള്ള യാത്ര തുടങ്ങിയാണ് ഈ തീർത്ഥയാത്രകൾ ആരംഭിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുള്ളത് ഒരു കക്കാട ഇതിന് പറഞ്ഞ പേരുണ്ടല്ലോ, ഷെല്ലുമായിട്ട് എല്ലാവരും യാത്ര പോകുന്നത്. അപ്പം ഈ തീർത്ഥാടകൻ്റെ ബാഗിൻ്റെ പുറത്തൊരു ഷെല്ല് കെട്ടി തൂക്കിയിട്ടിരിക്കും. ഈ ഷെല്ലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, സാന്തിയാഗോയിലേക്കുള്ള നിൻ്റെ യാത്രയിൽ നീ എത്ര വലിയവനോ പാവപ്പെട്ടവനോ ആയിക്കോട്ടെ, നീ കൈ നീട്ടിയാൽ നിനക്ക് എത്ര പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും നിന്നെ സഹായിക്കാൻ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കാണും. അതുകൊണ്ട് നിനക്ക് ഈ കിട്ടുന്നതുമായിട്ട് നിനക്ക് അവരെ പോയി സഹായിക്കാം, ക്രിസ്ത്യാനികളെ സഹായിക്കാൻ എന്നൊരു കൺസെപ്റ്റും ഉണ്ട്. പിന്നെ ഈ സാന്തിയാഗോയെക്കുറിച്ച് എൻ്റെ ഷെല്ലെല്ലാം ഉണ്ട്. ഷെല്ലെല്ലാം തൂക്കിയിടുമ്പോൾ നമ്മൾ പിൽഗ്രിമാണെന്ന് മനസ്സിലാവും. ഇത് കാണുമ്പോൾ പിൽഗ്രിമാണെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ വഴി കാണുന്നവരെല്ലാം നമ്മളോട് അതുപോലെ പെരുമാറത്തുള്ളൂ, പിൽഗ്രിമാണെന്ന് മനസ്സിലാവും. പിന്നെ അതിനകത്ത് വേറെ കാര്യം, ഈ വിൽപത്രമൊക്കെ എഴുതി വെച്ചിട്ട് ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അത് ഞാൻ വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല, കൂട്ടുകാർ 1-2 അച്ഛന്മാരോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അതിൻ്റെ കോപ്പിയൊക്കെ അയച്ചു കൊടുത്തു. വിൽപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ യാത്രക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ സാധാരണ വിൽപത്രം എഴുതുമല്ലോ. അപ്പോൾ ഈ യാത്ര തീർത്ഥാടകർ അങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല, എഴുതി വെക്കണം. കാരണം ഇതൊരു റിസ്ക് യാത്രയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിപ്പിച്ച് പറയുന്നത് ഇത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമല്ല. ഇത് ആർക്കും ചെയ്യാൻ വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം മാത്രം ഉണ്ടായാൽ മതി.
എന്ന് പറയുമ്പോൾ വിചാരിക്കരുത് എനിക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞു അങ്ങനെ ചിന്തിക്കരുത്. അത്രയും സാധാരണമാണ്. പക്ഷേ ഈ അച്ഛൻ ആദ്യമേ പറഞ്ഞ പോലെ ഇനി പോകുന്ന വഴിക്ക് കുറെ ശവകുടീരങ്ങളൊക്കെ ഉള്ളതുപോലെ ഒരുപക്ഷെ അത് അതുകൊണ്ടായിരിക്കാം വിൽപത്രങ്ങൾ എഴുതി തീർച്ചയായിട്ടും നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ എങ്ങനെ വേണേൽ സംഭവിക്കാം. എന്തുകൊണ്ടാണ് അവിടെ തന്നെ കുഴിച്ചിടുന്നത്? വഴി തന്നെ അവരെഴുതി വെക്കുന്നതുകൊണ്ട് അങ്ങനെ അവിടെ തന്നെ അവരെഴുതി വെക്കും, എന്നെ ഇവിടെ അടക്കിയാൽ മതി എന്ന് എഴുതി വെക്കും. പോകുന്ന വഴിയിൽ എവിടെ മരിക്കുന്നു അവിടെ തന്നെ അങ്ങനെ എഴുതി വെക്കും. ചിലർ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നവരുണ്ട്. പലരും ഈ യാത്ര നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. യാത്രക്കിടയ്ക്ക് അവർ യാത്ര നിർത്തി തിരിച്ചു പോകുന്നവരുണ്ട്. അച്ഛൻ എങ്ങനെയാണ് എഴുതി വെച്ചത്? ഞാൻ എഴുതി വെച്ചത് അങ്ങനെ അവിടെ അടക്കണമെന്ന് എഴുതി വെച്ചില്ല. മരണത്തെക്കുറിച്ച് ഞാൻ എഴുതി വെച്ചില്ല. പേഴ്സണൽ ഡയറിയിൽ ബില്ല് എഴുതി വെച്ചു. പക്ഷേ അതിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര ശാരീരികമായിട്ട് നമ്മൾ എത്ര ഒരുങ്ങിയാലും ദൈവമാണ് നമുക്കിതിനുള്ള കൃപ തരുന്നത്. എനിക്ക് ആ ദൈവാനുഗ്രഹത്തോടുകൂടി എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. പിന്നെ അവിടെ എത്തി പള്ളിയിൽ കയറിയതിന് ശേഷം എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്തു? ഞാൻ 4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 4 ദിവസം പള്ളി. കാരണം അതൊരു ഇപ്പോഴും സാന്ത്യാഗോയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. തീർച്ചയായിട്ടും അവിടെ പള്ളി കുർബാന അർപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ഉള്ളത്, ഞാൻ യാത്ര കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യാത്രക്കിടയ്ക്ക് പലരെ കണ്ടുമുട്ടും. അപ്പോൾ യാത്രയ്ക്ക് ശേഷം എൻ്റെ കൂടെ പല രാജ്യത്തു നിന്നുള്ളവർ നടന്നിട്ടുണ്ട്. അപ്പോൾ യാത്രയ്ക്ക് ശേഷം കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു അമേരിക്കക്കാരി ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രക്കിടയ്ക്ക് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇവർ പിൽഗ്രിം എന്നുള്ള രീതിയിൽ ഞാൻ അച്ഛനാണെന്നറിയാം. അങ്ങനെ യാത്ര മുമ്പോട്ട് പോയി. പല അവസരങ്ങളും അവരെ കണ്ടുമുട്ടിയിട്ടുണ്ട് യാത്രക്കിടയ്ക്ക് വെച്ച്. പലപ്പോഴും അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും. ചില ദിവസങ്ങൾ അവരുമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മറ്റ് പിൽഗ്രിംസൊക്കെ കണ്ടുമുട്ടുന്നവരൊക്കെ ആയിട്ട് ഒരുമിച്ചൊക്കെ. അപ്പോൾ യാത്ര കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ബ്ലോഗ് എഴുതി. അവർ ബ്ലോഗ് എഴുതിയതിന് ശേഷം ഞാൻ കാണാം ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബ്. അപ്പോൾ അങ്ങനെ ബ്ലോഗ് എഴുതിയപ്പോഴാണ് ഞാനിങ്ങനെ കാണുന്നത്, ഇവരെ ഒരു ദിവസം യാത്രക്കിടയ്ക്ക് ഇവരിങ്ങനെ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ ഇവരെ ആരോ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒരു സുന്ദരിയാണ് അവർ. അപ്പോൾ അവരെ പ്രേരിപ്പിച്ചു കഴിയുമ്പോഴാണ് യാദൃശ്ചികമായിട്ടൊരു ഒരു ഇന്ത്യക്കാരൻ എൻ്റെ മുന്നേ വന്ന് പെടുന്നതും ആ പിൽഗ്രിമിനെ ഞാൻ പരിചയപ്പെടുന്നതും. അതിനുശേഷം ഈ പാപം ചെയ്യാൻ ആൾ പ്രേരിപ്പിക്കുമ്പോഴൊക്കെ ഇവൻ്റെ മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ്റെ മെസ്സേജുകൾ, ഇന്ന സാധനം 4 മണിക്ക് ഇന്നടത്ത് കുർബാനയുണ്ടെന്നും, നീ ഭക്ഷണം കഴിക്കാൻ വരുന്നുവെന്നും, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട്, നമുക്കെന്നാൽ ഒരുമിച്ച് പോകാം, നിനക്ക് വഴിതെറ്റി പോകുമല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെയുള്ള മെസ്സേജുകളായിരുന്നു. അതൊരു പാസ്റ്ററായിരുന്നു. എൻ്റെ ഇടവയ്ക്ക് പുറത്തുള്ള ദൈവം എനിക്ക് വേണ്ടി നിയോഗിച്ച ഒരു പള്ളി അച്ഛനായിരുന്നു എന്ന് പറഞ്ഞു. അത് ഞാനായിരുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. പുള്ളിക്കാരൻ അങ്ങനെ പല അവസരങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അന്നൊക്കെ ഇവൻ എൻ്റെ മുന്നേ വന്ന് പെടും. ഇവനൊന്നും അറിയുന്നില്ലായിരുന്നു, ഞാൻ അറിയുന്നില്ലായിരുന്നു. പക്ഷേ അപ്പോൾ അവൻ എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ രക്ഷപ്പെട്ട് അവൻ്റെ കൂടെ പോയി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, ഇങ്ങനത്തെ കേസുകളൊന്നും. പിന്നെയുള്ളത്, ഈ യാത്രയ്ക്ക് മറ്റൊരു രസകരമായ ഇതുള്ളത്, നമുക്ക് ഡിപ്ലോമ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ യാത്ര തുടങ്ങുന്ന അന്ന് മുതൽ നമ്മൾ യാത്ര അവസാനിപ്പിക്കുന്ന അന്ന് വരെ നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ പാസ് ചെയ്തു പോയി എന്നുള്ളതിന് തെളിവാണ്. ഈ തെളിവ് നമ്മൾ കാപ്പി കുടിക്കാൻ ഒരു കടയിൽ നിർത്തിയാൽ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ കയറിയാൽ ഒക്കെ നമുക്കവിടെ സീലുണ്ട്. പിൽഗ്രിംസിന് സീലുണ്ട്. അപ്പം നമുക്കൊരു ബുക്കിലെറ്റാണ്, ഒരു പാസ്പോർട്ട് പോലൊരു ബുക്കാണത്. അതിൽ നമ്മൾ ഓരോ ദിവസം ഡേറ്റ് ഇട്ടിട്ട് ഒരു ദിവസം മിനിമം 2 ദിവസത്തെ സീൽ മേടിക്കണം. അത് ഇടമുറിയാതെ അവസാനം വരെ ഉണ്ടെങ്കിൽ സാന്ത്യാഗോയിൽ ചെല്ലുമ്പോൾ നമുക്ക് മാർപ്പാപ്പ ഇട്ട ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഈ പിൽഗ്രിം ഈ തീർത്ഥയാത്ര പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു രസകരമായ, നമുക്ക് ഓർത്ത് സൂക്ഷിക്കാവുന്ന നമ്മളൊരു തെളിവ് പോലെ ഇന്ന വഴി കൂടെ എല്ലാം പോയി എന്ന് ഉറപ്പാക്കാനായിട്ടും രീതിയിൽ. ഈ അച്ഛൻ തിരിച്ച് റിട്ടേൺ എങ്ങനെയായിരുന്നു? അപ്പം വളരെ നമ്മൾ പുറത്തൊക്കെ പഠിക്കുന്ന അച്ഛന്മാരാകുമ്പോഴത്തേക്കും പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ ഇത് ചിലവുണ്ട്. ഈ യാത്രയ്ക്ക് സാമ്പത്തികമായിട്ട് ചിലവുണ്ട്. നമ്മളൊരു വർഷത്തെ പഠിത്തത്തിൻ്റെ ഒപ്പം നമ്മളിത് ആഗ്രഹിച്ച കാലം മുതൽ ഇതിനുവേണ്ടി നമ്മൾ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പം തിരിച്ച് ഞാൻ റിട്ടേൺ ടിക്കറ്റ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇതായിരുന്നു, എനിക്ക് ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചാൽ, സാന്ത്യാഗോയിൽ ചെന്ന് യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഫാത്തിമായി വന്ന് മാതാവിന് നന്ദി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നെനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എഴുതി വെച്ചതുപോലും, ഏതൊരു യാത്രയ്ക്ക് ശേഷവും നമ്മൾ തിരികെ അടുക്കളയിലെ കരി പുരണ്ട അമ്മയുടെ ചേലത്തുമ്പിനടുത്ത് വന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ യാത്ര അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് കുറിച്ച് ഓർക്കുന്നു. അപ്പോൾ ഞാൻ ഫാത്തിമായി വന്ന് മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഈ വലിയ യാത്രകൾക്ക് തുടക്കം കുറിച്ചത് ഈ ആധുനിക ലോകത്തിൽ യാത്രകൾക്ക് തുടക്കം കുറിച്ചത് വാസ്കോഡിഗാമയാണല്ലോ. അപ്പോൾ വാസ്കോഡിഗാമയുടെ ടോംബ് ലിസ്ബണിലുണ്ട്. അപ്പോൾ ഞാൻ ഫാത്തിമയിൽ നിന്ന് ലിസ്ബണിൽ നിന്നാണ് എൻ്റെ റിട്ടേൺ ടിക്കറ്റ്. അപ്പോൾ ലിസ്ബണിൽ ചെന്ന് ഈ വാസ്കോഡിഗാമയുടെ ടോംബോട് ഒന്ന് കണ്ടിട്ട് പോരാം. കാരണം കേരളത്തിലേക്കുള്ള യാത്രയൊക്കെ പുള്ളിയാണ് തുടങ്ങുന്നത്. മാത്രമല്ല പുള്ളി ടോംബ് ഇരിക്കുന്ന ഒരു വലിയ മൊണസ്ട്രിയാണ്, ജെറോണിമസ് മൊണസ്ട്രി. ഈ മൊണസ്ട്രി പണിത് തന്നെ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ കൊണ്ടുപോയ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്പിൽ വിറ്റിട്ട് കിട്ടിയ പൈസ കൊണ്ട് പണിത മൊണസ്ട്രിയാണിത്. ഭയങ്കര വലിയ മൊണസ്ട്രിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി ചെന്നു, ഉള്ള ടോംബൊക്കെ കണ്ടു. അതിനുശേഷമാണ് എൻ്റെ റിട്ടേൺ ഫ്ലൈറ്റ് ലിസ്ബണിൽ നിന്നാണ്. അപ്പം 45-50 യൂറോ എങ്ങാണ്ടേ ആയുള്ളൂ റിട്ടേൺ ടിക്കറ്റിന്.
അപ്പം സാമ്പത്തികമായ ഞെരുക്കമുണ്ട് ഈ യാത്രയൊക്കെ പഠിക്കുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റ് ലേറ്റായി. ഈ ഫ്ലൈറ്റ് 8 മണിക്കൂർ ലേറ്റായി. അപ്പോൾ നിയമം അനുസരിച്ച് 1500 കിലോമീറ്റർ ദൂരത്തിൽ കൂടുതൽ 3000 കിലോമീറ്റർ ഇങ്ങനെ പല നിയമങ്ങൾ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ 8 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ടും 1500 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ റിട്ടേൺ യാത്രയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് 3-ാം പൊക്കം എനിക്ക് റീഫണ്ട് കിട്ടി. എനിക്ക് യാത്രയ്ക്ക് ചിലവായ പൈസയുടെ ആയതുകൊണ്ട് പകുതിയിൽ കൂടുതൽ, പകുതിക്കടുത്തോളം പൈസ, മൂന്നിലൊന്നിൽ കൂടുതൽ എനിക്കൊരു 30-40% പൈസ എനിക്ക് തിരിച്ചും കിട്ടി. അപ്പം ഇത് ദൈവപരിപാലന ഏറ്റവും എക്സ്ട്രീമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ മേഖലയിലും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും എല്ലാം ദൈവം കൊണ്ട് നടത്തിയൊരു അനുഭവമായിരുന്നു. ഇതിന് വിസ കാര്യങ്ങളൊക്കെ മറ്റ് വേറെ രാജ്യത്ത് നമുക്ക് യൂറോപ്യൻ ഷെങ്കൻ വിസ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ ഷെങ്കൻ വിസ മാത്രം ഉണ്ടായാൽ മതി. നമുക്കത് നമുക്ക് യാത്ര ചെയ്യാം. സ്പെയിൻ യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് വിസയുടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഇത് 7-ാം വർഷം നടത്തിയ യാത്രയാണ് ഈ പറഞ്ഞത്. അതിനുശേഷം 2 വർഷം കൂടി അച്ഛൻ വേറെ റൂട്ടിൽ കൂടി തന്നെ പോയി. പിന്നെ ഞാൻ 10 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് 10 വർഷം പൗരത്വത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചതിൻ്റെ ഇതായിട്ട് സാധാരണ ഇതിനെക്കുറിച്ച് ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല ഇപ്പൊ പൗലോ കൊയ്ലോ ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞു വെച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നു ആഗ്രഹങ്ങൾ അല്ലെ, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞു, ഈ നിയോഗങ്ങൾ പോലും എനിക്ക് സാധിച്ചു കിട്ടുന്നത് പലപ്പോഴും ചില നിയോഗങ്ങൾ ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നതോട് ഞാൻ പറയാറില്ല പ്രാർത്ഥിച്ചു, പക്ഷേ അവർ യാത്രക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇന്ന് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു യാത്ര നടത്തി. അത് ലിസ്ബണിൽ നിന്നായിരുന്നു. ലിസ്ബണിൽ നിന്ന് സാന്തിയാഗോ വരെ. അത് കോസ്റ്റൽ റൂട്ടാണ് കൂടുതലും എടുത്തത്. അപ്പം അങ്ങനെ ഒരു യാത്ര നടത്തി. പിന്നെ ഞാൻ ഈ ഇംഗ്ലണ്ടിൻ്റെ സൈഡ് ഫെറോൾ എന്ന് പറയുന്ന സ്പെയിനിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ കടൽ തീരത്തുനിന്ന് ഞാൻ സാന്തിയാഗോ വരെ ഒരു 120 കിലോമീറ്റർ, അത് ചെറുതാണ് താരതമ്യം മറ്റതിനെ അപേക്ഷിച്ച് ഒരെണ്ണം കൂടെ നടത്തി. അപ്പോൾ അതിലും ഇതിങ്ങനെ 954 അല്ലേ, 54 കിലോമീറ്റർ, പിന്നെ ഒരു 840 അത്ര കിലോമീറ്ററിന്റെ ഒരു യാത്ര, പിന്നീട് 800 അല്ലേ. വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛനിത് പറയുമ്പോഴൊക്കെയായാലും ഞങ്ങളും ആ ഒരു വഴി കൂടി ഇങ്ങനെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കായാലും ഇത് ബേസിക്കലി ഇത് യാത്ര നടത്തിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ വലിയ കാര്യമായിട്ട് വിചാരിക്കരുത്. ഇത് ഒന്ന് ദൈവാനുഗ്രഹമാണ്. രണ്ടാമത്തെ ദൈവപരിപാലനം എന്താണെന്ന് ജീവിതത്തിൽ പഠിച്ചൊരു യാത്ര ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ചുറ്റും നടക്കുന്ന ഇപ്പോഴും ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴെല്ലാം ഇത് ദൈവമാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നുള്ള ചിന്ത നമുക്ക് പെട്ടെന്ന് വരും. ഈ യാത്രക്കിടയ്ക്ക് നമുക്കിടെ ഓരോ ആവശ്യങ്ങളും നമുക്കിങ്ങനെ നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന പിൽഗ്രിംസിൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ച വലിയൊരു ഒരു 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 പാഠമായിരുന്നു ഈ യാത്ര. അപ്പം അങ്ങനെ ഇപ്പോൾ ഒത്തിരി ചാരിതാർത്ഥമുണ്ട് ആ യാത്ര. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള റെസ്പോൺസും മറ്റ് രൂപതയിൽ നിന്ന് ഇപ്പോൾ പിതാവായിലൊക്കെ എന്താ പറഞ്ഞിരുന്നു? പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ടെൻഷൻസ് ആർക്കും ഇല്ലായിരുന്നു. കാരണം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇനി റണ്ണിങ്ങിലായി എന്ന് മനസ്സിലായി. പിന്നെ എല്ലാവർക്കും സന്തോഷമായിരുന്നു. പിന്നെ കൂട്ടുകാരച്ഛന്മാരാണെങ്കിലും അല്ലെ സുഹൃത്തുക്കളും ഒക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ നടന്നതിനെക്കുറിച്ച് അഭിമാനമാണ് അവർക്ക്. ഈ രാത്രിയൊക്കെ അച്ഛൻ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, ഇത് എങ്ങനെയാണ്? അപ്പോൾ രാത്രി വെട്ടമൊക്കെ ഉണ്ടായിരുന്നോ? രാത്രി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്നാമത്തേത് ഈ ആ സമയത്ത് 43 ഡിഗ്രി ചൂടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ട് 11 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുപ്പിനെ 4 മണി, കാരണം ഈ സമ്മർ ഹോളിഡേയ്സ് ആകുമ്പോൾ യൂറോപ്പിലൊക്കെ നേരത്തെ വെളുക്കും, താമസിച്ചേ സന്ധ്യ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മണി കഴിയുമ്പോഴേ വെട്ടം, നമ്മുടെ ഇവിടുത്തെ നാട്ടിലൊരു 7 മണിയുടെ പ്രതീതിയാണ് 4 മണി കഴിയുമ്പോഴേ. അപ്പോൾ നമുക്ക് നടക്കാം. അപ്പോൾ വെട്ടം വീഴുമ്പോഴേ നമ്മൾ സാധാരണ എഴുന്നേക്കും. മാത്രമല്ല ഈ 7 മണിക്ക് കിടക്കുന്നതുകൊണ്ട് ഞാനൊരു 2 മണിയാകുമ്പോഴേ, തമാശയായിട്ട് പറഞ്ഞാൽ 2 മണിയാകുമ്പോഴേ എൻ്റെ കാല് വന്ന് എന്നെ വിളിക്കും, എഴുന്നേക്കടാ പോകാറായി എന്ന് പറഞ്ഞു. കാരണം ഈ ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ നടന്നു പോകും. അപ്പോൾ അങ്ങനെയാണ് ഒരു രാവിലെ പോകുന്നത്. രാവിലെ പോകുമ്പോൾ പലപ്പോഴും ചില ദിവസമൊക്കെ ഇട്ട് നമ്മൾ നടന്നു പോകുന്ന റൂട്ടിൽ ഇന്നലെ കള്ളന്മാരുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടില്ല, പക്ഷേ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇന്നലെ അങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല ദിവസങ്ങളിലും നടന്നു പോകുമ്പോൾ ഈ വെളുപ്പിനുള്ള സമയത്ത് കാട്ടുപന്നികൾ അല്ലെങ്കിൽ ഈ ചെന്നായ്ക്കൾ, ഇങ്ങനെയുള്ള കുറുക്കന്മാർ ഇതൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു തൊണ്ടയിൽ കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും അതിൻ്റെ അടുത്തെവിടെയും ഇത് കിടന്നുറങ്ങുമോ ഒക്കെ ആയിരിക്കും. അത് പെട്ടെന്ന് വിറച്ച് നമ്മുടെ മുന്നേ കൂടെ ഓടി പാസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പാമ്പിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ രാവിലെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ ദൂരത്തിൽ ആൾക്കാർ പിൽഗ്രിംസ് കാണും. രാവിലെ ഒരിക്കലും നമ്മൾ നടക്കുന്ന ഒറ്റയ്ക്കങ്ങ് ഇറങ്ങിപ്പോകത്തില്ല. ചില അപൂർവം ദിവസങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 3-4 പേര് ഒരുമിച്ചാണ് ഇറങ്ങുന്നത് രാവിലെ. പക്ഷേ ഒരു 1 കിലോമീറ്റർ ഉള്ളിൽ തന്നെ അവരുടെ ദൂരം കീപ്പ് ചെയ്ത് മാറി നിൽക്കും. എന്നിട്ട് ഒരു കണ്ണേറ് ദൂരത്തിൽ അല്ലെങ്കിൽ ഒരു കൺവെട്ടത്ത് കാണാവുന്ന ദൂരത്തിൽ മറ്റേ പിൽഗ്രിമിനെ കണ്ടോണ്ട് നമ്മൾ നടക്കുന്നത്.
പിന്നെ ഒരു ദിവസമുള്ള ഞാൻ ഈ പട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പേടിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ നടന്നു പോകുമ്പോൾ പട്ടികൾ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ അവിടെ നിർത്തി. അപ്പോൾ നിർത്തിയപ്പോൾ എന്നോട്, അപ്പോൾ വേറെ പിൽഗ്രിംസ് ഒന്നും എന്നെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ ഒരു വടി കയ്യിൽ കരുതിയാൽ മതി, പട്ടി നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും പട്ടികൾ കുരയ്ക്കാൻ തുടങ്ങി. ഒരു 3 പട്ടികൾ കുരയ്ക്കുന്നു. അപ്പോൾ ഞാനവിടെ നിന്നു. ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും ഒരു ഇടവഴി, ഒരു വില്ലേജാണ്. അപ്പോൾ അവിടുത്തെ ഒരു വീടിൻ്റെ അമ്മച്ചിയുടെ, അവിടുത്തെ പുള്ളിക്കാരത്തിയുടെ പച്ചക്കറി തോട്ടം, അതിലേതോ പച്ചക്കറിയെ കുത്തി വെച്ചിട്ടൊരു കമ്പ് ആകെ അവിടെ കണ്ടു. ഞാനതങ്ങ് ഊരിയെടുത്തോണ്ട് ഞാൻ നടന്നു. പട്ടി കമ്പ് കണ്ടാൽ പേടിച്ച് മാറിക്കോളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വണ്ടി കുത്തി നടന്നത്. പക്ഷേ സംഭവിച്ചത്, ഈ 3 പട്ടികളും വേറൊരു 2 പട്ടികളും കൂടി ഒരു 2 കിലോമീറ്ററോളം എൻ്റെ ഒപ്പം നടന്നു. എൻ്റെ പുറകെ പട്ടികളും. അപ്പം അങ്ങനെ ഈ മൃഗങ്ങളുടെ ശല്യം അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ ഉപദ്രവിക്കുന്ന ജീവികളൊന്നുമല്ല, പക്ഷേ കാട്ടുപന്നിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെയൊന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും ആക്രമിക്കില്ലെന്നല്ല. ഇനിയുള്ള അച്ഛൻ്റെ ഇപ്പോൾ ഒരു 3 യാത്ര കഴിഞ്ഞു, ഇനി എന്താണ് അച്ഛൻ്റെ ഫ്യൂച്ചർ യാത്രകൾ? ദൈവം അനുവദിക്കുവാണെങ്കിൽ ഒരു യാത്ര കൂടെ നടത്തണമെന്നുണ്ട്. അത് ഇപ്പം ഞാൻ പഠിക്കുവാണ്. പഠിത്തം കഴിഞ്ഞതിന് ശേഷം സന്ധ്യാവയിലേക്ക് തന്നെ ഒരു യാത്രയും കൂടെ നടത്തണമെന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്. ആദ്യം പഠിത്തം കഴിയണം, അതിന് ശേഷം ഒരു യാത്രയും കൂടെ. ഒരു പക്ഷേ അല്പം കൂടി ഇതുവരെ നടത്തിയതിൻ്റെ അത്രയും തന്നെ നീളം വരുന്ന ഒരു യാത്രയായിരിക്കാം അത്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. പിന്നെ ദൈവം അത് നടത്തി തരുവാണെങ്കിൽ സന്തോഷം എന്നുള്ള വിചാരത്തിലിരിക്കുന്നു. ഓക്കെ അച്ഛാ, താങ്ക് യു. അപ്പോൾ ഇത്ര നേരം അച്ഛൻ ഞങ്ങളോടൊപ്പം അച്ഛൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിനും എല്ലാം ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.